ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബ്രെഡ് പിസ്സയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് ആദ്യം നമ്മൾ ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പ്, മുളക്, കുരുമുളക്, മഞ്ഞൾ ഇതൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ഒഴിച്ചു കൊടുക്കുന്നത് തക്കാളി പേസ്റ്റാണ്. ഇത് തക്കാളി ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടിയാണ്, വറ്റൽ മുളക് പൊടിച്ചെടുത്തതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഈ സമയത്ത് നമ്മൾ കയ്യിൽ ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതേപോലെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള വെജിറ്റബിളാണ്, അതൊന്ന് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് വലിയുള്ളി, ഞാൻ 2 കളറിലുള്ള ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഒക്കെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി കേട്ടോ. പിന്നെ ബ്രെഡ് നമ്മൾ അതിൻ്റെ വക്കൊക്കെ കളഞ്ഞിട്ട്, ഇത് മുട്ടയാണ്, 4 മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തതാണ്. ഇനി ബ്രെഡ് ഇതുപോലെ തന്നെ 2 സൈഡിലും മുട്ട ആ മിക്സിൽ നമ്മൾ മുക്കിയിട്ട് ആ പാനിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഗ്യാസിലല്ല കേട്ടോ വെച്ചിട്ടുള്ളത്, പുറത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. ഇനി ബാക്കിയുള്ള ആ മുട്ട നമ്മളതിൻ്റെ ചുറ്റും ഒഴിച്ച് കൊടുത്തിട്ടാണ് ഗ്യാസ് ഓൺ ചെയ്യണത്. എന്നിട്ട് നമ്മളതിൻ്റെ അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി പിസ്സ സോസാണ് നമ്മൾ തയ്യാറാക്കി വെച്ച ആ സോസ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ചുറ്റും ബാക്കിയുള്ള ബ്രെഡിൻ്റെ കഷ്ണം കൂടെ ഇതേപോലെ മുട്ടയിൽ ഒപ്പിയിട്ട് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കന്, പിന്നെ നമ്മൾ തയ്യാറാക്കിയ വെജിറ്റബിൾ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചീസ്, മൊസറല്ല ചീസാണത്, ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ തന്നെ മതിയാവും. ചീസൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായെങ്കിൽ. താങ്ക് യു.